ലോക്സഭാ ഇലക്ഷനിലെ കനത്ത തിരിച്ചടി. മന്ത്രിമാരെ മാറ്റി മുഖമിനുക്കാൻ ശ്രമങ്ങളുമായി ഘടകകക്ഷികൾ രംഗത്ത്. മന്ത്രിമാരെ മാറ്റി നിശ്ചയിക്കണമെന്ന തീരുമാനത്തിലേക്ക് ആദ്യം എത്തിയിരിക്കുന്നത് CPI ആണ്. കേരള കോൺഗ്രസിലും ചില അഴിച്ചുപണികൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതായി റിപ്പോർട്ടുകളുണ്ട്. CPIയുടെ 4 മന്ത്രിമാരിൽ ഒരാളെ മാറ്റി പകരം പുതിയ ആളെ നിയമിക്കാനാണ് ആലോചിക്കുന്നത്. മന്ത്രിസഭയിൽ നിന്നും ഒഴിവാക്കപ്പെടുന്നയാളെ പാർട്ടിയുടെ അസിസ്റ്റന്റ് സെക്രട്ടറിയായി നിയമിക്കും. കൃഷിമന്ത്രി P. പ്രസാദിനെയാണ് മന്ത്രിസഭയിൽ നിന്ന് ഒഴിവാക്കാൻ ആലോചിക്കുന്നത് എന്നാണ് ലഭിക്കുന്ന സൂചനകൾ. അധികാര സ്ഥാനങ്ങളോട് വലിയ ഭ്രമം കാണിക്കാത്ത ലളിത ജീവിതം നയിക്കുന്ന P. പ്രസാദിനോട് മാറാൻ ആവശ്യപ്പെട്ടാൽ എതിർക്കില്ലാത്തത് കൊണ്ടാണ് അദ്ദേഹത്തെ തന്നെ ഒഴിവാക്കാൻ ആലോചിക്കുന്നത്. P. പ്രസാദിന് പകരം പുനലൂർ MLA PS സുബാൽ മന്ത്രിയാകാനാണ് സാധ്യത. കൊല്ലം ജില്ലയിൽ നിന്നുള്ളയാളും ഈഴവ വിഭാഗത്തിൽ നിന്നുള്ള നേതാവ് എന്നതുമാണ് PS സുബാലിന് അനുകൂലമാകുന്നത്. ഇപ്പോൾ മന്ത്രിസഭയിലുള്ള CPI മന്ത്രിമാരിൽ J. ചിഞ്ചുറാണി മാത്രമാണ് ഈഴവ വിഭാഗത്തിൽ നിന്നുള്ളത്. ബാക്കിയുള്ള മന്ത്രിമാരെല്ലാം നായർ സമുദായാംഗങ്ങളാണ്. ഈ അസന്തുലിതാവസ്ഥ പരിഹരിക്കാൻ കൂടിയാണ് സുബാലിനെ മന്ത്രിയാക്കുന്നതെന്ന് പറയപ്പെടുന്നു. ഇടതുമുന്നണികളുടെ അടിസ്ഥാന വോട്ടുകളായ ഈഴവർ ഉൾപ്പെടെയുള്ള പിന്നോക്ക വോട്ടുകൾ ചോർന്നുപോയത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മുന്നണിക്കേറ്റ കനത്ത പരാജയത്തിന് കാരണമെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. ഈ സാഹചര്യത്തിൽ കൂടിയാണ് CPI മന്ത്രിമാരുടെ സാമുദായിക സമവാക്യത്തിൽ സന്തുലനം കൊണ്ടുവരുന്നത്. കാനം രാജേന്ദ്രൻ സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുമ്പോൾ CPI നായർ പാർട്ടിയാണെന്ന വിമർശനം പാർട്ടിക്കകത്തും പുറത്തും ശക്തമായിരുന്നു. മന്ത്രിസഭയിലെ പാർട്ടി മന്ത്രിമാരിലെ നായർ ഭൂരിപക്ഷം ചൂണ്ടിക്കാട്ടിക്കൊണ്ടായിരുന്നു ആ വിമർശനം. ബിനോ വിശ്വം മന്ത്രിയായതോടെ അത് മാറി. എന്നാൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ തിരിച്ചടിയുടെ പശ്ചാത്തലത്തിൽ മന്ത്രിസഭയിൽ അടക്കം മാറ്റം വരണമെന്ന അഭിപ്രായം പാർട്ടിക്കകത്ത് ശക്തമായ സാഹചര്യത്തിലാണ് പാർട്ടി മന്ത്രിമാരിലെ സാമുദായിക സന്തുലനം കൂടി ഉറപ്പുവരുത്തുവാനുള്ള ശ്രമം നടക്കുന്നത്. മന്ത്രിസഭയിൽ നിന്ന് മാറിയാൽ P. പ്രസാദ് CPI സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറിയാകും. PP സുനീർ രാജ്യസഭാംഗമാകുന്ന ഒഴിവിലായിരിക്കും നിയമനം. നിലവിൽ PP സുനീറും E. ചന്ദ്രശേഖരനും അടക്കം 2 സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറിമാരാണ് CPIക്കുള്ളത്. നിലവിൽ അസിസ്റ്റന്റ് സെക്രട്ടറിക്കൊപ്പം ഭവന നിർമ്മാണ ബോർഡ് വൈസ് ചെയർമാനുമാണ് സുനീർ. തിരുവനന്തപുരം സംസ്ഥാന സമ്മേളനത്തിന് ശേഷം അസിസ്റ്റന്റ് സെക്രട്ടറിയായ സുനീറിനെ ഹൌസിംഗ് ബോർഡ് വൈസ് ചെയർമാൻ സ്ഥാനത്തു നിന്നും ഒഴിവാക്കേണ്ടതായിരുന്നു. പാർട്ടി ചുമതലകൾ വഹിക്കുന്നവർക്ക് മറ്റ് ചുമതലകൾ നൽകുന്ന പതിവ് CPIയിലില്ല. എന്നാൽ ഈ പതിവ് തെറ്റിച്ചാണ് സുനീറിനെ അസിസ്റ്റന്റ് സെക്രട്ടറി സ്ഥാനത്തിനൊപ്പം ഹൌസിംഗ് ബോർഡ് വൈസ് ചെയർമാൻ പദവി കൂടി വഹിക്കാൻ കാനം അനുവദിച്ചത്. വിശ്വസ്തൻ എന്ന പരിഗണനയിലായിരുന്നു പാർട്ടി കീഴ്വഴക്കം കാനം അട്ടിമറിച്ചത്. എന്നാൽ ഇനി അത് തുടർന്ന് കൊണ്ടുപോകാൻ സാധ്യമല്ലാത്തതിനാൽ ഹൌസിംഗ് ബോർഡ് പദവിയും അസിസ്റ്റന്റ് സെക്രട്ടറി സ്ഥാനവും ഒഴിഞ്ഞേ പറ്റൂ. അതുകൊണ്ടാണ് ബിനോയ് വിശ്വത്തിന്റെ വിശ്വസ്തനായ P. പ്രസാദിനെ സുനീറിന്റെ ഒഴിവിൽ സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറിയായി പരിഗണിക്കുന്നത്. CPIയെ കൂടാതെ കേരള കോൺഗ്രസിലും ചില അഴിച്ചുപണികൾക്ക് സാധ്യതയുള്ളതായി പറയപ്പെടുന്നു. റോഷി അഗസ്റ്റിന് പാർട്ടിയുടെ പുനഃസംഘടന ചുമതല നൽകി മന്ത്രിസ്ഥാനം ജയരാജന് കൈമാറാനും ചീഫ് വിപ്പ് പദവി ചങ്ങനാശ്ശേരി MLA ജോബ് മൈക്കിളിനെ ഏൽപ്പിക്കാനുമുള്ള നീക്കങ്ങളാണ് നടക്കുന്നതെന്നാണ് ലഭിക്കുന്ന സൂചന. ജോസ് കെ മാണിയും റോഷിയും പ്രവർത്തകർക്കിടയിലേക്ക് ഇറങ്ങിയാലേ 1.5 വർഷത്തിന് ശേഷം നടക്കാൻ പോകുന്ന ത്രിതല പഞ്ചായത്ത് അസംബ്ലി ഇലക്ഷനുകളിൽ രക്ഷപ്പെടാനാകൂ എന്ന തിരിച്ചറിവാണ് ഈ തീരുമാനത്തിന് പിന്നിലെന്ന് പറയപ്പെടുന്നു.